ആ വിവാദത്തിലൊന്നും യാതൊരു കാര്യമില്ല. അതിന് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് കണ്ടാൽ മതി. അതിന്റെ അപ്പുറത്ത് കാണാൻ പുറപ്പെടണ്ട. ആരായാലും ഏത് ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേലക്ക് എല്ലാ ആയുധവും ഉപയോഗിക്കും. അതിപ്പോ മുഖ്യമന്ത്രിക്കെതിരായിട്ട്, പാർട്ടിക്കെതിരായിട്ട്, ഗവൺമെന്റിനെതിരായിട്ട്, പാർട്ടി നേതാക്കൾക്കെതിരായിട്ട് ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള നിരവധിയായ പ്രചരണങ്ങളും ആക്ഷേപങ്ങളും എല്ലാം ഉന്നയിക്കുന്നുണ്ട്. ആ ഉന്നയിക്കുന്നതിനൊക്കെ ഞങ്ങൾ കാണുന്നത് ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേലയുടെ ഭാഗവും 26-ാം തീയതി വരെ ആയുസുള്ളതുമായ കാര്യമാണ്. 26 പറഞ്ഞാൽ ഇന്നിപ്പോ രാവിലെയാണല്ലോ. അതിന്റെ അവസാനം വൈകുന്നേരം ആകുമ്പോഴേക്ക് വരികയും ചെയ്യും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനോ ചർച്ച ചെയ്യേണ്ട പ്രശ്നമേ ഉത്ഭവിക്കുന്നില്ല. കാരണം അതെല്ലാം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ, ഇടതുപക്ഷ വിരുദ്ധ നിലപാടിന്റെ ഭാഗമായിട്ട് മാത്രം കണ്ടാൽ മതി. അല്ല, ഞാനിപ്പോ അതിനെപ്പറ്റി എല്ലാം വിശദീകരിക്കുന്നത് എല്ലാം തന്നെ കാണുന്നതിനിപ്പോ ആരെങ്കിലും കാണുന്നു. ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് വരുമ്പോൾ ജാവേദ്കർ ഉണ്ടായിരുന്നു അവിടെ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ വഴിക്ക് അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പൊ വഴിക്ക് അദ്ദേഹത്തെ കണ്ടു എന്ന് വല്ല കാര്യമുണ്ടോ? എനിക്ക് പരിചയം ഞാനും അപ്പൊ പിന്നീട് അന്വേഷിച്ചു പറഞ്ഞത് അതാണ് ജാവേദ്കർ. ഒരു കാര്യമില്ല. അങ്ങനെ പലയാളും വരുമ്പോൾ പലയാളും കാണും. അതുകൊണ്ട് അത് ആണ് ഇതിന്റെ തെളിവ്. ഇതൊന്നുമല്ല. ഇത് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ ഓരോ പുതിയ മാർഗം നിങ്ങൾ കണ്ടുപിടിക്കുകയാണ്. അത്രയേ ഇതിനെ കാണൂ. ഞാൻ മലയാളത്തിലാണ് നിങ്ങളോട് ഇത്രയേരം പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവണ്ട. CPIM-നെതിരായി അത് CM പറഞ്ഞു കഴിഞ്ഞല്ലോ. പിന്നെ ഞാനെന്തിനാ അതിന്റെ മേലെ കയറി പറയേണ്ട കാര്യം? വളരെ വ്യക്തിയോട് ഞാൻ പറയാണ്, CPM-നെതിരായിട്ട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട്, കൺവീനർക്കെതിരായിട്ട്, പാർട്ടിക്കെതിരായിട്ട്, ഗവൺമെന്റിനെതിരായിട്ട്, മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഒക്കെ നിരന്തരമായിട്ട് കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ഏജൻസികൾ, വാർത്താ ശൃംഖലകൾ, അതിൽ പറ്റുന്ന ഒരു നിരവധിയായ ഈ ഫ്രോഡായിട്ട് നടക്കുന്ന ആളുകൾ. ഇവരുടെ എല്ലാം തന്നെ വാചകങ്ങളും വാക്കുകളെല്ലാം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ് എന്ന് പൊതുവായ തത്വത്തിന്റെ ഭാഗമായിട്ട് കണ്ട് തള്ളിക്കളയണം. അതാ ഞാൻ ഉദ്ദേശിക്കുന്നത്. ചോദിച്ചോ. ആരെ കാണുന്നതിന് കുഴപ്പമില്ല. അത് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഒപ്പം നമ്മളെല്ലാം സഞ്ചരിക്കുന്ന എല്ലാ മേഖലയിലും ആരെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ മിനിഞ്ഞാന്ന് മനോരമയില്ലേ, മനോരമയുടെ അകത്ത് മിനിഞ്ഞാന്ന് മനോരമയിൽ ഞാനും അതുപോലെ തന്നെ MM ഹസനും അത് തിരുവനന്തപുരത്ത് BJP നേതാവ് കൃഷ്ണദാസും അല്ലേ ഉണ്ടായിരുന്നത്. വളരെ സൗഹൃദമായിരുന്നു. പക്ഷെ കർശനമായ അഭിപ്രായ വ്യത്യാസങ്ങളായിരുന്നു. അത് അതിനെന്തെങ്കിലും തർക്കം? കർശനമായ അഭിപ്രായ വ്യത്യാസമുണ്ട്, നല്ല സൗഹൃദമുണ്ട്. വ്യക്തിപരമായ സൗഹൃദം അല്ല ഇവിടെ പ്രശ്നം. ഇവിടെ വളരെ പ്രധാനപ്പെട്ടത് രാഷ്ട്രീയമാണ്, നിലപാടാണ്. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട. നിലപാടാണ് പ്രശ്നം, രാഷ്ട്രീയമാണ് പ്രശ്നം. ആ രാഷ്ട്രീയം കൃത്യമായിട്ട് കൈകാര്യം ചെയ്തു പോകുന്ന നിലയാണ് CPIM കൈകാര്യം ചെയ്യുന്നത്. അല്ല, എല്ലാം ഗൂഢാലോചനയാ. എങ്ങനെയാ ഗൂഢാലോചന വരുന്നത്? CPM-നെതിരായിട്ട്, ഗവൺമെന്റിനെതിരായിട്ട് ചമക്കുന്ന എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ അതിന്റെ പിന്നിൽ വർഗപരമായ, അതുപോലെ തന്നെ രാഷ്ട്രീയമായ ഗൂഢ ഉദ്ദേശങ്ങളുണ്ട്. അത്രയേ ഉള്ളൂ കാര്യം. അത് എത്രത്തോളാണെന്നുള്ളതിനെ സംബന്ധിച്ചെല്ലാം മനസ്സിലാക്കിയാലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പം ഞാനൊന്നും പറയുന്നില്ല അതിനെപ്പറ്റി. അദ്ദേഹത്തിൻ്റെ ഒന്നും വർത്തമാനത്തിന് മറുപടി തന്നെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. AK ആന്റണിയെ പറ്റി പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അതിനോട് പ്രതികരിച്ചിട്ടില്ല. എന്താ പ്രതികരിക്കാതിരുന്നത്? ഇമാതിരി ഫ്രോഡിനോടെല്ലാം എന്ത് പ്രതികരിക്കാൻ? എന്നാൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ പരിശോധിക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് നന്ദകുമാറിൻ്റെ വക്കാലത്ത് പിടിക്കേണ്ട ഒരു കാര്യം എനിക്കില്ല. ഞാൻ അന്നും പറഞ്ഞത് ഇതാണ്, അദ്ദേഹത്തെ പോലുള്ള ഒരാളെ വിശ്വസിക്കാൻ പറ്റില്ല, എന്നും പറയും. പക്ഷേ അദ്ദേഹം പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും പരിശോധനയ്ക്ക് വിധേയപ്പെടുത്തണമെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം അത് രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നമായതുകൊണ്ടാണ് അന്ന് പറഞ്ഞത്. അല്ല, സൗഹൃദം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാനും നിങ്ങളും തമ്മിൽ നല്ല സൗഹൃദമല്ലേ അല്ലേ? എത്ര കാലമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ മാത്രം ഏതാ? മീഡിയ വണ്ണം. മീഡിയ വണ്ണം ഞാനും തമ്മിൽ സൗഹൃദം എന്ന് പറയാൻ പറ്റുമോ? മീഡിയ വണ്ണുകാരനും ഞാനും തമ്മിൽ സൗഹൃദമാണ്. ഇതൊക്കെ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളാണ്. അതിൻ്റെ അപ്പുറത്ത് കടന്നിട്ട് അതിനെ ഞാൻ പറഞ്ഞു നിലപാടാ പ്രശ്നം, രാഷ്ട്രീയ പ്രശ്നം. അപ്പോൾ രാഷ്ട്രീയ നിലപാടും പ്രശ്നങ്ങളും കൃത്യമായിട്ട് കൈകാര്യം ചെയ്തു പോകണം. അത് രണ്ടും വേർതിരിച്ച് കാണണം. ശിവനും ഭാവി. അതെല്ലൊരു മുന്നറിയിപ്പാണ്. സഖാവ് പിണറായി ഇന്ന് പറഞ്ഞിട്ടുള്ളത് കൃത്യമായിട്ടൊരു മുന്നറിയിപ്പാണ്. അത്രയേ ഉള്ളൂ. വിട്ടെ ഇനി അതിന്റെ പറയാൻ തന്നെ പറ്റാത്ത
ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തലാവാൻ ഒരു സാധ്യതയില്ലാത്തതാണ്. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ വാദത്തിന് വേണ്ടി ഞാൻ സമ്മതിച്ചു തരാം. എന്താ കാരണം പാർലമെൻറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് അസംബന്ധം നമ്മൾ എന്താണ്. എന്നാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചർച്ച കൂടി വന്ന പരിസ്ഥിതിയിൽ ഈ ഗവൺമെൻറ്റിനെ വിലയിരുത്തൽ കൂടി ആവാം. അപ്പോൾ പറയുന്നതോട് ഞങ്ങൾക്ക് യാതൊരു കാരണം ഞങ്ങൾ വമ്പിച്ച് വിജയത്തിലേക്ക് പോകാൻ പോവാം. പിന്നെ എന്തിനാണ് ഉത്കണ്ഠപ്പെടുന്നു? ഞങ്ങൾക്ക് ഉത്കണ്ഠയൊന്നുമില്ല, നിങ്ങൾക്കാണ് ഉത്കണ്ഠ. നിങ്ങൾ ചമച്ചുണ്ടാക്കിയ എല്ലാ വാർത്തയും തല്ലിപ്പൊളിയാണെന്ന് ഇപ്പോൾ കൃത്യമായിട്ട് ജനങ്ങൾ മനസ്സിലാവും. നിങ്ങൾ കുറേ ദിവസമായിട്ട് തുടങ്ങിയിട്ട് ഇപ്പം എന്താ സർവേ, മനോരമേൻ്റെ ഒരു ഭാഗത്തുള്ള സർവേ, മാതൃഭൂമിയുടെ വേറൊരു ഭാഗത്തുള്ള സർവേ, എല്ലാ സീറ്റും അവർ ചെയ്യും, 20 സീറ്റും. പിന്നെ എന്തിനാ നിങ്ങൾ കൊണ്ടിരിക്കുന്നത് ഇവിടെ? അതും നടക്കാൻ പോകുന്ന കാര്യമല്ല. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ നേടാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ കൂടി വിലയിരുത്തലാവണം, ഉണ്ടെങ്കിൽ വിലയിരുത്തിക്കോ പോരെ. ഞാൻ പറഞ്ഞല്ലോ വമ്പിച്ച രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാകാൻ പോകുന്നു. പിന്നെ എന്തിനാ നിങ്ങൾക്ക് തോറ്റു കിട്ടുമ്പോഴല്ലേ അതിനെപ്പറ്റി പറയാൻ വാർത്തയുള്ളൂ. ഇല്ലെങ്കിൽ കേൾക്കുന്ന വാർത്ത PM-ൻ്റെയോ അത് ഏതെല്ലാമാണോ അതെല്ലാം ഏതും കേസേ ഇല്ല. ഒരു വർത്തം പറഞ്ഞു രാവിലെയും കേസൊന്നൊരു കേസേ ഇല്ല, ഒരു കേസുമില്ല. രാവിലെ കേസുണ്ടെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രശ്നം വരുന്നുള്ളൂ. ശുദ്ധ അസംബന്ധങ്ങൾ എഴുന്നേൽക്കുകയാണ്. ലാവ്ലിൻ കേസെന്നൊരു കേസ് ഇപ്പം നിലവിലില്ല. ലാവ്ലിൻ കേസ് വേണമോ എന്ന കാര്യം സംബന്ധിച്ചുള്ള കേസാണ് സുപ്രീം കോടതിയിലുള്ളത്. അത് ഇക്കാലം അത്രയും ഈ CBIയും അതുപോലുള്ള ആളുകളും അത് കൈകാര്യം ചെയ്യാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങളെ ഭീഷണിപ്പെടുത്താനും നോക്കണ്ട, ഭയപ്പെടുത്താനും നോക്കണ്ട. അതാ പറഞ്ഞ് ഈ ഓലപ്പാമ്പൊന്നും കാണിച്ചിട്ട് പേടിപ്പിക്കണ്ട. ഞങ്ങൾക്കതിൽ യാതൊരു പ്രശ്നമില്ല. പിണറായി വിജയൻ്റെ പേരിൽ ഇന്ന് ഒരൊറ്റ കേസും ഇല്ല, ഒരു FIR-ഉം ഇല്ല. ഇനി പറയാൻ ചോദ്യം വേണ്ട അതിൻ്റെ ഭാഗമായിട്ട് അതിലെല്ലാം തീർന്നില്ലേ? ശരി പറഞ്ഞോ. ഞമ്മളെ പറയണ്ട. അവരെല്ലാം BJP-യിലേക്ക് പോകുന്നതിനെ പറ്റിയും BJP കാര്യങ്ങൾ ചർച്ച ചെയ്തവരുമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അല്ല, അത് അയാളെ എപ്പം പോകുന്ന അയാളെ ഇന്നലെയും പറഞ്ഞു, മിഞ്ഞാന്നും പറഞ്ഞല്ല. ഞാൻ എപ്പോൾ പോകണമെന്നും പോകും. അത് ഒരു ഘട്ടത്തിൽ പറയും. അങ്ങനെ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. സുധാകരൻ്റെ അതും പറയും, ഇപ്പോഴത്തെ ഇതും പറയും. ഞാനൊന്നും പറഞ്ഞില്ല. വെറുതെ ആവശ്യമില്ലാതെ ആളെ പിടിച്ച് അതിൽ കൊണ്ടുവരേണ്ട കാര്യമില്ല കേട്ടോ. നിങ്ങളേതാ റിപ്പോർട്ടർ? ഇമാതിരി ഫോട്ടോ ഞാൻ വെറുതെ പറഞ്ഞിട്ടെൻ്റെ ഞാൻ മോശമാണ്. റിപ്പോർട്ടർ വളരെ ദയനീയമായിരിക്കും. കേരളത്തിൽ ഒരു സീറ്റിലും BJP ജയിക്കാൻ പോകുന്നില്ല. മാത്രമല്ല ഇന്ത്യയിൽ അവർക്ക് ഭൂരിപക്ഷവും കിട്ടാൻ പോകുന്നില്ല. പോരെ, രണ്ടും കൂടി ആയാൽ ശരിയായില്ലേ? കേരളത്തിൽ ഒരു സീറ്റും കിട്ടൂല, ഇന്ത്യയിൽ ഭൂരിപക്ഷവും കിട്ടൂല. അതില്ലേ അത് നമുക്ക് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം ആരൊക്കെ വരും. ശരിയായ മുന്നറിയിപ്പുണ്ട്. ഇപ്പോൾ 1ാം ഘട്ടം കഴിഞ്ഞ് 2ാം ഘട്ടം കഴിയുമ്പോഴേക്ക് ശരിയായിട്ട് BJP-ക്ക് മനസ്സിലാവും ഞങ്ങൾക്ക് ചാൻസ് കുറവാകുന്നു. ഇപ്പോൾ തന്നെ മനസ്സിലായി. അതുകൊണ്ടാണല്ലോ തുറന്ന വർഗീയതയിലേക്ക് പോകുന്നത് കേട്ടോ. ശരി ഇത്രയും കൊണ്ട് നല്ല മൂഡിലായിരുന്നു മാഷ്. ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് ഉത്തരവ്, എല്ലാ കാര്യങ്ങൾക്കും മറുപടി.